all here for the taking. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റിന് ശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് നമ്മുടെ സാബി അലോൺസോടെ ഈ ഒരു മാനേജർ പാക്ക്. നമുക്ക് 500 കോയിൻ കൊടുത്താലാണ് ഈ ഒരു മാനേജർ പാക്ക് സൈൻ ചെയ്യാൻ സാധിക്കുക. സോ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് കറന്റ് നമ്മുടെ സാബിയുടെ മുന്നേ വന്ന ഒരു മാനേജർ പാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാനേജർ പാക്ക് സൈൻ ചെയ്യണോ, എന്തെങ്കിലും ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ആ ഒരു ഡൗട്ടാണ് ഈ ഒരു വീഡിയോ വഴി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു മാനേജർ പാക്കിന്റെ കോണ്ടന്റ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 500 കോയിൻ കൊടുത്താലാണ് ഈ ഒരു മാനേജർ പാക്ക് എടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാനേജർ പാക്ക് എന്ന് പറയുന്നത് സിംഗിൾ ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു മാനേജർ പാക്ക് ആണ്. അതുപോലെ തന്നെ ബൂസ്റ്റർ ആയിട്ട് വരുന്നത് നമ്മുടെ ആക്സിലറേഷൻ ആണ്. മുന്നേയുള്ള ആ ഒരു പാക്ക് നമുക്ക് 500 കോയിൻ ആണ് വന്നത്. അതുപോലെ തന്നെ സിംഗിൾ ബൂസ്റ്റർ ആയിരുന്നു. നമ്മുടെ ബൂസ്റ്റർ നോക്കുവാണെങ്കിലും ആക്സിലറേഷൻ തന്നെയാണ് മുന്നേയുള്ള ആ ഒരു മാനേജർക്കും അല്ലെങ്കിൽ സാബിയുടെ ആ ഒരു പാക്കിനും വന്നേക്കുന്നത്. സോ ആകെയുള്ള ഒരു ഡിഫറൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കിന് ക്വിക്ക് കൗണ്ടർ ഓഫ് കോഴ്സ് നമുക്ക് 88 പ്രൊവിഷൻസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊസഷൻ ഗെയിമും നമുക്ക് 80 തന്നെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാച്ചിൽ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്വിക്ക് കൗണ്ടറും അതുപോലെ തന്നെ പൊസഷൻ ഗെയിമും സ്വിച്ച് ചെയ്ത് നമുക്ക് ഒരേ ഗെയിമിൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് ആകെയുള്ള ഒരു ഡിഫറൻസ് ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കിയത്. സോ നമുക്ക് മുന്നേ ഉള്ള ആ ഒരു സാബിയുടെ പാക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്ക് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുക്കണം തന്നെയാണ്. അതിനുള്ളൊരു കാരണം നോക്കുവാണെങ്കിൽ, ഒന്നാമത്തെ റീസൺ നോക്കുവാണെങ്കിൽ നമുക്ക് 2 പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ 2 ടാറ്റിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്ക് വഴി അല്ലെങ്കിൽ ഈ ഒരു മാനേജർ പാക്ക് വഴി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ നോക്കുവാണെങ്കിൽ കൊണാമിയുടെ നിലവിലുള്ള അൽഗോരിതം പ്രകാരം മുന്നേ ഉള്ള ഒരു കാർഡ് വീണ്ടും വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി വീണ്ടും കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേ ഉള്ള ഒരു കാർഡിന്റെ പവറും കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ട് ഏറെക്കുറെ എല്ലാ കേസിലും കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് നെർഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്വിക്ക് കൗണ്ടറിന് യൂസ് ചെയ്യുന്ന ഒരു മാനേജർ എന്ന് പറയുന്നത് സാബിയുടെ മുന്നേ വന്ന ഒരു മാനേജർ പാക്കാണ്. എനിക്ക് ഈയിടെ ആയിട്ട് ഗെയിമിൽ ഫീൽ ആയ ഒരു കാര്യമാണ് ആ ഒരു പാക്കിന്റെ പവറും കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു ഡിഫൻസും അതുപോലെ തന്നെ സാബിയുടെ ആ ഒരു മാനേജർ പാക്കിന് ഓഫ് കോഴ്സ് ഡിഫൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടി ഡിഫൻസും കാര്യങ്ങളൊക്കെ പൊട്ടുന്നതായിട്ട് അല്ലെങ്കിൽ ഗോളും കാര്യങ്ങളൊക്കെ കൺസീഡ് ആയിട്ട് ഒരുപാട് ഗോളും കാര്യങ്ങളൊക്കെ കൺസീഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഈയിടെയായിട്ട്. അതോടൊപ്പം കൊണാമി ഈ ഒരു പാക്ക് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൂട്ടി വായിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും കൊണാമി പഴയ ഒരു പാക്കിന്റെ പവറും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടാണ് വീണ്ടും ആ ഒരു പാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതോടൊപ്പം മറ്റൊരു റീസൺ നോക്കുവാണെങ്കിൽ കറന്റ് നിങ്ങളൊരു ക്വിക്ക് കൗണ്ടറിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാനേജറെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് 3 മാനേജർ പാക്കാണ്. ഇതിലൊന്ന് നമ്മുടെ ലാംബാർഡിന്റെ ഈ ഒരു പാക്കും അതുപോലെ തന്നെ റൂബൻ അമോറിമിന്റെ ഈ ഒരു പാക്ക് അതുപോലെ തന്നെ നിലവിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സാബിയുടെ ഈ ഒരു പാക്ക്. ഇതിൽ നമ്മുടെ ലാംബാർഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യാത്ത ഒരു പാക്കാണ്. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ലാംബാർഡിന്റെ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളിൽ. സോ ഈ ഒരു പാക്ക് നമുക്ക് ഒഴിവാക്കാം. അതോടൊപ്പം നമ്മുടെ റൂബൻ അമോറിമിന്റെ ഈ ഒരു പാക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ഒരു 1500 കോയിന് ഈ ഒരു പാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. ഇവിടെയാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സാബിയുടെ ഈ ഒരു പാക്ക് അത്രയും വാല്യൂ ഫോർ മണിയും കാര്യങ്ങളൊക്കെ ആവുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 500 കോയിന് നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ സൈൻ ചെയ്യാവുന്ന ഒരു കാർഡ് തന്നെയാണ് സാബിയുടെ ഈ ഒരു കാർഡ്. ഒരു കാരണവശാലും കൊണാമി സാബിയുടെ ഒരു കാർഡ് കൊണാമി അങ്ങനെ ഒരു പവറും കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. മുന്നേ സാബിയുടെ പാക്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു മാനേജർ പാക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും സാബിയുടെ ലെവലും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാബിയെ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ആ ഒരു സാബിയെ മിസ്സായവർക്കും തീർച്ചയായിട്ടും ചിന്തിക്കാവുന്ന ഒരു മാനേജർ പാക്ക് തന്നെയാണ് നമ്മുടെ സാബിയുടെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.